ഹലോ വെൽക്കം ടു ഗ്രോ മലയാളം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിഡ് ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചാണ്. എന്താണ് ഈ മിഡ് ക്യാപ് സ്റ്റോക്കുകൾ? ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്ന വളരെ വേഗത്തിൽ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളാണ് മിഡ് ക്യാപ് കമ്പനീസ്. അക്കോർഡിംഗ് ടു സെബി, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ റാങ്കിങ്ങിൽ 101 മുതൽ 250 റാങ്ക് വരെയുള്ള കമ്പനികളെയാണ് മിഡ് ക്യാപ് സ്റ്റോക്കുകൾ എന്ന് വിളിക്കുന്നത്. ലാർജ് ക്യാപ് കമ്പനീസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കൂടുതൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാണിക്കുന്ന കമ്പനികളാണ് മിഡ് ക്യാപ് കമ്പനീസ്. അതേസമയം സ്മോൾ ക്യാപ് കമ്പനീസുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ വോളറ്റിലിറ്റിയും റിസ്ക്കുമാണ് ഈ സ്റ്റോക്സിന് ഉണ്ടാവാറുള്ളത്. ഇനി മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാം. താങ്ങാവുന്ന വിലയിലും കൂടുതൽ സൗകര്യത്തോടെയും ഇൻവെസ്റ്റേഴ്സിന് മിഡ് ക്യാപ് സ്റ്റോക്കുകളുടെ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യാൻ അവസരമൊരുക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് മിഡ് ക്യാപ് ഫണ്ടുകൾ. ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മിഡ് ക്യാപ് ഫണ്ടുകൾക്ക് ലോങ് ടേമിൽ മികച്ച റിട്ടേൺസ് നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്ന് കാണാം. വെറും 500 രൂപയുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് വെച്ച് പോലും ഇൻവെസ്റ്റേഴ്സിന് സമ്പാദ്യം ഉണ്ടാക്കാൻ എക്സലന്റ് ചാൻസ് ഈ സ്റ്റോക്കുകൾ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ള ചില മിഡ് ക്യാപ് സ്റ്റോക്സ് ഏതൊക്കെയാണെന്നാണ്. ഫണ്ട് ഹൗസുകൾ എത്ര ക്വാണ്ടിറ്റി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കി അതിന്റെ അസെൻഡിങ് ഓർഡറിലാണ് ഇന്നത്തെ ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ് നടന്ന കമ്പനി ഏറ്റവും അവസാനമാണ് നമ്മൾ പറയാം. 21 ഒക്ടോബർ 2022 സ്റ്റോക്ക് പ്രൈസസ് ആണ് ഈ വീഡിയോക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ ഫസ്റ്റ് കമ്പനി അബോട്ട് ഇന്ത്യ ലിമിറ്റഡ് ആണ്. 1910 എസ്റ്റാബ്ലിഷ് ചെയ്ത അബോട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത് ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് തെറാപ്യൂട്ടിക് പ്രോഡക്ട്സ് ആണ്. അലർജീസ്, കൺസ്യൂമർ കെയർ, മെറ്റബോളിക്സ്, പെയിൻ മാനേജ്മെന്റ്, തൈറോയ്ഡ്, ഡയബറ്റീസ് ആൻഡ് യൂറോളജി, വാക്സിൻസ് മുതൽ വിമൻസ് ഹെൽത്ത് വരെയുള്ള നിരവധി മെഡിക്കൽ എയിൽമെന്റ്സ് ഏരിയകളിലായി ആവശ്യം വരുന്ന പ്രോഡക്ട്സ് കേറ്റർ ചെയ്യുന്നു ഈ കമ്പനി. IQVIA പറയുന്നത് 2016 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഫാർമ ഇൻഡസ്ട്രി 9.2% വളരും എന്നാണ്. അബോട്ടിന്റെ ഒരു യൂണീക് സ്ട്രെങ്ത് അവരുടെ OTC വെർട്ടിക്കൽ ആണ്. OTC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ്. ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ ഉപയോഗിക്കാവുന്ന മെഡിസിൻസ് ആണ് ഇവ. ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി ഫോളോ ചെയ്താൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉപയോഗിക്കാവുന്ന മെഡിസിൻസ്. സർവ്വസാധാരണമായി കണ്ടുവരുന്ന അസുഖങ്ങൾ ചികിത്സിക്കാനായി ഉപയോഗിക്കുന്ന 16 OTC ഡ്രഗുകൾക്ക് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിയ ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് പബ്ലിഷ് ചെയ്തിരുന്നു. ഈ പോളിസി മാൻഡേറ്റ് നമ്മുടെ കമ്പനിക്ക് ഗുണകരമാവുന്ന ഒരു കാര്യമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെൽത്ത് കെയർ സെക്ടറിൽ ഉണ്ടാകുന്ന ഗവൺമെന്റ് റെഗുലേഷൻ ആണ്. ഭൂരിഭാഗം ഡ്രഗുകളും ഉൾപ്പെടുന്നത് 12% ടാക്സ് ബ്രാക്കറ്റിലാണ്. ടാക്സ് ലയബിലിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ അത് ഈ ഇൻഡസ്ട്രിയെ ബാധിച്ചേക്കാം, ഡിപ്പെൻഡിംഗ് ഓൺ ദ സിറ്റുവേഷൻ. മ്യൂച്വൽ ഫണ്ട്സ് ഈ സ്റ്റോക്കിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിന്റെ നെറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 324.91 crore rupees ആണ്. ഇനി ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് സ്ക്രീനിൽ നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 18,527.8 rupees, PE ratio 48.69, debt to equity 0.05, 5-year sales CAGR 11.13%, return on equity 29.46%, 1-year returns -7.74%, 5-year CAGR returns 34.34%, 200 DMA 18,299.45, RSI 14 42.2. ഇതിൽ നമ്മൾ രണ്ട് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രൈസസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 200 ഡേയ്സ് സിമ്പിൾ മൂവിംഗ് ആവറേജും RSIയും. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 200 DMAക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ ആ സ്റ്റോക്ക് ബുള്ളിഷ് ആയിട്ട് കണക്കാക്കാം. ഇനി പ്രൈസ് 200 DMAക്ക് താഴെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്ക് ബെയറിഷ് ആണെന്നാണ് പറയാറുള്ളത്. ഇനി RSIയിലേക്ക് വന്നു കഴിഞ്ഞാൽ 30 താഴെയുള്ള RSI വാല്യൂ സാധാരണ കൺസിഡർ ചെയ്യുന്നത് ഓവർസോൾഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകാം. അതായത് ഒരു ഡൗൺ ട്രെൻഡ് ഒരു അപ് ട്രെൻഡിലേക്ക് നയിച്ചേക്കാം. ഇതേപോലെ RSI വാല്യൂ എബോവ് 70 ആണെങ്കിൽ അത് ഓവർബോട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് കമ്പനി PI ഇൻഡസ്ട്രീസ്. 1946 സ്ഥാപിച്ച PI ഇൻഡസ്ട്രീസ് അവരുടെ കസ്റ്റമേഴ്സ് ആയ കർഷകർക്ക് ആവശ്യമായി വരുന്ന ഇന്നോവേറ്റീവ് ഫാം സൊല്യൂഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്നോവേഷനിൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് 70 വർഷത്തോളമായി ഇവർ ബിസിനസ് നടത്തുന്നു. ടെക്നോളജിയിൽ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനം എന്നോണം ഈ കമ്പനിക്ക് ഇന്ന് 3000-ലധികം എംപ്ലോയി ബേസ് ഉണ്ട്. 400+ സയന്റിസ്റ്റ്, 15 മൾട്ടി പർപ്പസ് പ്ലാന്റ്സ്, 130+ പേറ്റൻസ് എല്ലാം ഇവർക്കുണ്ട്. കൃഷിക്കാർക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്, ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? PI ഓഫർ ചെയ്യുന്ന പ്രോഡക്ട്സ്, സർവീസസ് ആൻഡ് സൊല്യൂഷൻസ് അതുകൊണ്ട് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രൊഡക്ട്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻസെക്ടിസൈഡ്, ഹെർബിസൈഡ്സ് തുടങ്ങിയ അഗ്രോ കെമിക്കൽസ്, പിന്നെ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് അതർ കെമിക്കൽസ് എന്നിങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ്. ഇനി PI ഓഫർ ചെയ്യുന്ന സർവീസസ് നോക്കാം. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സർവീസസ്, അതായത് ഡിസ്കവറി ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് ഓഫ് ദ പ്രൊഡക്ട്സ്. പിന്നെ CSM സർവീസസ് അഥവാ കസ്റ്റം സിന്തസിസ് ആൻഡ് മാനുഫാക്ചറിംഗ് സൊല്യൂഷൻസ്. ഇതിൽ പ്രോസസ്, റിസർച്ച്, സ്റ്റഡിയിങ് ദ സ്കെയിൽ അപ്പ് പൊട്ടൻഷ്യൽ തുടങ്ങിയവ ഉൾപ്പെടുന്നു.
അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ സർവീസസ്. ഇതിനെ 4 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ഫോക്കസ് ചെയ്യുന്നത് PI ഇൻഡസ്ട്രീസ് നിർമ്മിക്കുന്ന പ്രൊഡക്ട്സും പിന്നെ മറ്റു മൾട്ടിനാഷണൽ കമ്പനീസിന്റെ പ്രൊഡക്ട്സും വരെ കർഷകരിലേക്ക് എത്തിക്കലാണ്. കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു അമേസിംഗ് ബ്രാൻഡ് റെക്കഗ്നിഷൻ PIക്ക് ഉണ്ട്. ഈ വർഷം 7 പുതിയ മോളിക്യൂൾസും 2 പുതിയ പ്രോസസ് ഇന്നോവേഷൻസും കൊമേഴ്ഷ്യൽസിനായിട്ട് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. ഇത് കഴിയുമ്പോൾ റവന്യൂവും പ്രൊഡക്റ്റ് ഓഫറിംഗും വർദ്ധിപ്പിക്കാം ഈ കമ്പനിക്ക്. കമ്പനിയുടെ ഗ്രോത്ത് പ്രോസ്പെക്ട്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കുന്ന അനിശ്ചിതമായ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആണ്. ഇതെപ്പോഴും വിളകളുടെ ആരോഗ്യത്തിനെയും വിളവെടുപ്പിനെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ കർഷകരുടെ വരുമാനം കുറയുമ്പോൾ പ്രൊഡക്ട്സിന്റെ ഡിമാൻഡ് കുറയുകയും അത് കമ്പനിയെ ബാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. PI ഇൻഡസ്ട്രീസിൽ മ്യൂച്വൽ ഫണ്ട്സ് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെയാണ്. നെറ്റ് ₹384.73 crore ബോട്ട്. ഇനി ടെക്നിക്കൽസ് ആൻഡ് ഫണ്ടമെന്റൽസ് നോക്കാം ഈ കമ്പനിയുടേത്. കറന്റ് മാർക്കറ്റ് പ്രൈസ് ₹3,109.7, PE ratio 51.34, debt to equity 0.05, 5-year sales CAGR 18.41%, return on equity 14.72%, 1-year returns minus 0.81%, 5-year CAGR returns 31.78%, 200 DMA 2931.17, RSI 1450. നമ്പർ 3 LIC ഹൗസിംഗ് ഫിനാൻസ്. 1989 ജൂൺ 19 ഇന്ത്യയുടെ LIC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഫ്ലാറ്റ് അല്ലെങ്കിൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്തു. ആ കമ്പനിയാണ് LIC ഹൗസിംഗ് ഫിനാൻസ് അല്ലെങ്കിൽ LIC HFL. ഇതിന്റെ രജിസ്റ്റേർഡ് ഓഫീസ് മുംബൈയിലാണ്. പിന്നെ 9 റീജിയണൽ ഓഫീസുകളും 23 ബാക്ക് ഓഫീസസും 249 മാർക്കറ്റിംഗ് യൂണിറ്റ്സും ഉണ്ട് ഇവർക്ക്. പിന്നെ ബഹ്റൈൻ, സൗദി അറേബ്യ ആൻഡ് കുവൈത്ത് എന്നിങ്ങനെയുള്ള GLCC രാജ്യങ്ങളിലും ഈ കമ്പനിക്ക് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. അവിടെയുള്ള നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് LIC HFL നിരവധി കോർപ്പറേറ്റ് പ്രൊജക്ട്സും ഹോം ലോണും മറ്റു പ്രൊഡക്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LIC HFLന്റെ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡർ LIC തന്നെയാണ്. LICയിൽ നിന്നുള്ള സപ്പോർട്ടും സാമ്പത്തിക പിന്തുണയും LIC HFLന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് LIC 45.24% സ്റ്റേക്ക് ആണ് ഇതിൽ ഹോൾഡ് ചെയ്യുന്നത് 31 മാർച്ച് 2022 പ്രകാരം. LICയുടെ ബ്രാൻഡ് ഇമേജിൽ നിന്നും LIC HFLന് ഗുണമുണ്ടാകുന്നുണ്ട് എന്നതിനൊപ്പം തന്നെ ഗ്രോത്ത് പ്ലാനുകൾക്കുള്ള ക്യാപിറ്റലും പാരന്റ് കമ്പനിയിൽ നിന്നും കിട്ടുന്നുണ്ട്. മാർക്കറ്റിൽ എപ്പോഴും പിയർ കോമ്പറ്റീഷൻ എന്നൊരു കാര്യം നിലനിൽക്കുന്നുണ്ടല്ലോ. ഹൗസിംഗ് ഫിനാൻസ് സ്പേസിലും നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് NBFC സ്പേസിൽ നിന്നൊക്കെ കോമ്പറ്റീഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ HDFC, ആവാസ് ഫിനാൻഷ്യൽസ്, ബജാജ് ഫിനാൻസ്, IDFC, ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയവ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഷെയറും കസ്റ്റമർ ബേസും മെയിൻറ്റെയിൻ ചെയ്യുന്നതും വളർത്തുന്നതും ഈ കമ്പനികൾക്കൊക്കെ തന്നെ നല്ല ചാലഞ്ചാണ്. ഈ കമ്പനിയിൽ മ്യൂച്വൽ ഫണ്ട്സ് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് 437.84 കോടി രൂപയുടേതാണ്. ഇനി ഫിനാൻഷ്യൽസ് ആൻഡ് ടെക്നിക്കൽസ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് ₹413.7, PE ratio 7.43, debt to equity 9.04, 5-year sales CAGR 7.23%, return on equity 10.08%, 1-year returns minus 5.98%, 5-year CAGR returns minus 9%, 200 DMA 386.97, RSI 51.2. അടുത്തത് Syngene ഇന്റർനാഷണൽ. മോളിക്കുലർ ബയോളജി, സിന്തറ്റിക് കെമിസ്ട്രി ആൻഡ് കസ്റ്റം സിന്തസിസ് എന്നിവയിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു കസ്റ്റം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫെസിലിറ്റി ആയിക്കൊണ്ട് 1993 ബംഗളൂരുവിലാണ് Syngene ആരംഭിക്കുന്നത്. ബയോകോൺ ആൻഡ് കിരൺ മസൂംദാർ ഷാ ആയിരുന്നു ഇതിന്റെ പ്രൊമോട്ടേഴ്സ്. പിന്നീട് 30 മാർച്ച് 2002 ഈ കമ്പനി ബയോകോണിന്റെ ഒരു സബ്സിഡിയറി ആയി മാറി. ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ, ബാക്സ്റ്റർ, ആംജൻ, മെർക്ക് ആൻഡ് ബ്രിസ്റ്റോൾ മയേഴ്സ് ക്യൂബ് എന്നീ മാർക്കറ്റ് ലീഡേഴ്സ് ആയ ക്ലയന്റുകളുണ്ട് ഇവർക്ക്. ഇത് തന്നെയാണ് CRO സർവീസ് ഫീൽഡിൽ ഈ കമ്പനിക്കുള്ള വൈദഗ്ധ്യത്തിനുള്ള പ്രൂഫ്. ഇവരുടെ ബിസിനസ് 2 സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിസർച്ച് ബിസിനസ് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ബിസിനസ്. റിസർച്ച് സെഗ്മെന്റിൽ Syngene പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസ്കവറി സർവീസസ് ആണ്, അതായത് പുതിയ ഡ്രഗ്സ് ഫോർമുലേറ്റ് ചെയ്യൽ. പിന്നെ ക്ലയൻസിന് വേണ്ട റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും സർവീസും. ഇനി ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഡ്രഗുകളുടെ ട്രയൽസ് ആൻഡ് ടെസ്റ്റ്സ് കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ക്ലയൻസിന് വേണ്ടി ഇവ മാനുഫാക്ചർ ചെയ്യും. ഈ കമ്പനിയിൽ നടന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ആക്ടിവിറ്റി ₹448.01 crores-ന്റേതാണ്. Syngeneന്റെ ക്ലയന്റ് ലിസ്റ്റ് കമ്പനിയെ സംബന്ധിച്ച് ഒരു ഇൻവാലുവബിൾ അസറ്റ് തന്നെയാണ്. കാരണം 400 കമ്പനികളുടെ ആക്റ്റീവ് ക്ലയന്റ് ബേസ് ഉണ്ട് Syngene. ഇത് ഇവരിലേക്ക് റവന്യൂ എത്തിക്കുകയും ടോപ്പ് ലൈനിലേക്ക് വിസിബിലിറ്റി കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ടോപ്പ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത ടൈം പീരീഡിൽ ഉണ്ടാകുന്ന ടോട്ടൽ റവന്യൂ ആണ്. ബോട്ടം ലൈൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഫിഗേഴ്സ് ആണ്. ഈ ഫിഗേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്സിന്റെ ടോപ്പിലും താഴെയുമായിട്ടാണ് കാണാറുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഈ പേരുകൾ. അതുകൊണ്ട് തന്നെ റവന്യൂസ് വർദ്ധിക്കുന്നത് അഥവാ ടോപ്പ് ലൈൻ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എപ്പോഴും ഒരു നല്ല സൈൻ ആണ്. ഇങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞ ക്ലയൻസ് കാരണമുള്ള ഒരു ചലഞ്ചും അവിടെയുണ്ട്. Syngene അതിന്റെ
റവന്യൂ കണ്ടെത്തുന്നത് കൂടുതലും USA ബേസ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം കോൺസെൻട്രേറ്റഡ് ലിസ്റ്റ് ഓഫ് കമ്പനീസിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് ടോപ്പ് ലൈനിൽ ഇപ്പോൾ ചില പൊട്ടൻഷ്യൽ റിസ്കുകൾ ഉണ്ട്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഒരു എൻവയോൺമെന്റിൽ സർവീസുകൾക്കുള്ള ഡിമാൻഡ് കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആണ് ഇത്. ഇനി ഫണ്ടമെന്റൽസ് ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 578.65 rupees, PE ratio 54.64, debt to equity 0.31, 5-year sales CAGR 16.72%, return on equity 13.6%, 1-year returns minus 2.85%, 5-year CAGR returns 18.04%, 200 DMA 575.34, RSI 14 56.6. ഇനി നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ കമ്പനി CG Power. CG Power എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1937ലാണ്. ഏതാണ്ട് 85 വർഷം കൊണ്ട് 80 ഗ്ലോബൽ മാർക്കറ്റ്സിൽ സ്ട്രോങ് പ്രസൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അതിൽ തന്നെ ചില സെഗ്മെന്റുകളിൽ മാർക്കറ്റ് ലീഡറുമായ കമ്പനിയാണ് CG Power. 2020 നവംബറിൽ മുരുകപ്പ ഗ്രൂപ്പ് കമ്പനി ആയ ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് ഇന്ത്യ CGയുടെ കൺട്രോളിംഗ് സ്റ്റേജ് ഏറ്റെടുത്തിരുന്നു. എന്താണ് CG ശരിക്കും ചെയ്യുന്നത് എന്ന് ഇനി പറയാം. 2 സെഗ്മെന്റുകളായിട്ടാണ് CGയുടെ ബിസിനസ്. നമ്പർ 1 ഇൻഡസ്ട്രിയൽ സിസ്റ്റംസ് ആൻഡ് നമ്പർ 2 പവർ. ഇൻഡസ്ട്രിയൽ ബിസിനസ് സെഗ്മെന്റിൽ പവർ കൺവേർഷൻ എക്യുപ്മെന്റിൽ ആണ് CG എൻഗേജ് ചെയ്തിരിക്കുന്നത്. വൈദ്യുതിയെ സ്യൂട്ടബിൾ ആയി മറ്റു ഫോമുകളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എക്യുപ്മെന്റ്സിന്റെ മാനുഫാക്ചറിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ AC ആൻഡ് DC മോട്ടോഴ്സ്, പമ്പുകൾ, ഡൊമസ്റ്റിക് ആൻഡ് കൊമേഴ്ഷ്യൽ ഫാൻസ് തുടങ്ങിയവയൊക്കെയാണ് ഉള്ളത്. നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വർഷമായി ഇന്ത്യൻ റെയിൽവേക്ക് എക്യുപ്മെന്റ് ആൻഡ് സൊല്യൂഷൻ സപ്ലൈ ചെയ്യുന്നത് CG ആണ്. ഇനി പവർ സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിലാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്ന് സിമ്പിളായിട്ട് നമുക്ക് പറയാം. അതുപോലെ ഈ ഇലക്ട്രിസിറ്റിയുടെ റിസീവേഴ്സ്, പവർ സിസ്റ്റംസ് ഒക്കെ സ്ഥാപിക്കുക തുടങ്ങിയ ബിസിനസ്സാണ് ഇത്. മ്യൂച്വൽ ഫണ്ട്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നെറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 451.78 crore rupees ആണ്. ടെക്നോളജി ബേസ്ഡ് പ്രൊഡക്ട്സിന് നിർബന്ധമായും വേണ്ട അപ്രൂവൽസും പെർമിഷൻസും ഗ്ലോബലി തന്നെ CGക്ക് ഉണ്ട്. ഹസാർഡസ് ഏരിയകളിൽ ഉപയോഗിക്കുന്ന മോട്ടോഴ്സിന്റെ മാനുഫാക്ചറിംഗിൽ ഇവരാണ് ആശാന്മാർ എന്ന് പറയാം. ഇതിലെ ഇവരുടെ മാർക്കറ്റ് ഷെയർ 60% ആണ്. ഇവരുടെ ചില പ്രൊഡക്ട്സ് 25 വർഷത്തോളമായി റിലയബിലിറ്റി തെളിയിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. ലോകമാകെ 48 കൺട്രീസിലായിട്ട് ഇത്തരം 50,000-ൽ കൂടുതൽ യൂണിറ്റുകൾ വിജയകരമായി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കമ്പനിയുടെ ബ്രാൻഡ് ആൻഡ് മാർക്കറ്റ് വാല്യൂ കൂട്ടുന്ന ഒരു കാര്യമാണ്. ഈ പവർ സ്പേസിൽ എക്സ്റ്റേണൽ ഫോഴ്സസിന് വളരെ വലിയ റോൾ ഉണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് നോൺ ഫോസിൽ ഫ്യൂവൽ ബേസ്ഡ് എനർജി കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ എയിം ചെയ്യുന്നത് കൊണ്ട് പവർ കമ്പനീസിൽ നിന്നും ഫോക്കസ് മാറ്റുന്നുണ്ട്. കൂടാതെ വോളറ്റൈൽ കമ്മോഡിറ്റി പ്രൈസസും ബിസിനസിനെയും പ്രോഫിറ്റബിലിറ്റിയെയും പിടിച്ചു കുലുക്കുന്നുമുണ്ട്. ഇനി ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 254.55 rupees, PE ratio 66.99, debt to equity 0.18, 5-year sales CAGR 0.16%, return on equity 107.62%, 1-year returns 84.59%, 5-year CAGR returns 25.61%, 200 DMA 198.95, RSI 1457. അപ്പോൾ ഇതൊക്കെയാണ് 2022 മ്യൂച്വൽ ഫണ്ട്സ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത ടോപ്പ് 5 മിഡ് ക്യാപ് കമ്പനീസ്. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷനും നൽകുന്നില്ല. ഒപ്പം തന്നെ നമ്മുടെ ഗ്രോ മലയാളം ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് എന്ന് കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ കൂടെ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.